സ്റ്റേറ്റ്മെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ടുഡേസ് ടോപ്പിക് മീനിങ് ഓഫ് പ്ലാനിംഗ്. പ്ലാനിംഗ് ഇസ് ദ ഫണ്ടമെന്റൽ ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് പ്ലാനിംഗ്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓൺ വിച്ച് അതർ functions like organizing, staffing, directing and controlling activities are based. മാനേജ്മെന്റിന്റെ മറ്റുള്ള ഫങ്ഷൻസ് ആയിട്ടുള്ള ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് തുടങ്ങിയ ആക്ടിവിറ്റീസിന്റെ ഒരു ബേസാണ്, ഫൗണ്ടേഷൻ, അടിസ്ഥാനമാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ നടത്തിയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഫങ്ഷൻസ് നമുക്ക് നടത്താൻ പറ്റുകയുള്ളൂ. So, it is the foundation of other managerial function. Planning lays down objectives and the steps necessary to achieve them. Planning എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക, ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ, സ്റ്റെപ്പുകൾ രൂപീകരിക്കുക എന്നുള്ളതാണ് പ്ലാനിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാനിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. 1-2 ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രക്രിയയല്ല പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എക്സ്ക്ലൂസീവ്ലി ദ ഫങ്ഷൻ ഓഫ് ടോപ്പ് മാനേജ്മെന്റ്. എവറി മാനേജർ ഇൻ ദ ഓർഗനൈസേഷൻ പെർഫോംസ് സം പ്ലാനിംഗ്. പ്ലാനിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ ടോപ്പ് ലെവലിൽ മാത്രം അല്ല പെർഫോം ചെയ്യുന്നത്. മിഡിൽ ലെവലായാലും ലോവർ ലെവലിലായാലും എല്ലാ മാനേജേഴ്സും പ്ലാനിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. ടോപ്പ് ലെവൽ മാനേജേഴ്സ്, മിഡിൽ ലെവൽ മാനേജേഴ്സ്, ലോവർ ലെവൽ മാനേജേഴ്സ്, ഇവരെല്ലാം തന്നെ പ്ലാനിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്ലാനിംഗ്? പ്ലാനിംഗ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഭാവിയെ പറ്റി ചിന്തിക്കുന്നത്? പ്ലാനിംഗ്, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു ആൻഡ് ഫോർ ഹും ടു ഡു ഇറ്റ്. ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ ചെയ്യണമെന്ന്, എപ്പോൾ ചെയ്യണമെന്നും ആർക്കു വേണ്ടി ചെയ്യണമെന്നുമാണ് നമ്മൾ പ്ലാനിങ്ങിലൂടെ തീരുമാനമെടുക്കുന്നത്. It is the process which involves thinking before doing. Planning എന്ന് പറയുന്നത് thinking before doing. ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക, ചിന്തിക്കുക. That is planning. Forecasting is the essence of planning. Forecasting, ദീർഘവീക്ഷണം ആണ് പ്ലാനിങ്ങിന്റെ എസൻസ്. Forecasting, ദീർഘവീക്ഷണം. Forecasting is the presence of planning. Planning bridges the gap between where we are to where we want to go. Planning എന്ന് പറയുന്നത് ഒരു പാലം. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ആ ലക്ഷ്യത്തിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു പാലമാണ് പ്ലാനിങ്. പ്ലാനിങ്ങിലൂടെയാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. പ്ലാനിങ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. പ്ലാനിങ്ങിന്റെ ബേസ് അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. What do you mean innovation? Something new, introducing something new. പുതിയതായി എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പ്ലാനിങ്ങിലൂടെയാണ് പുതിയ ചിന്തകൾ, പുതിയ കാഴ്ചപ്പാടുകൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. ക്രിയേറ്റിവിറ്റി, ക്രിയാത്മകത. പ്ലാനിംഗ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലർ എന്ന് പറയുന്ന ഒരു ചിന്തകൻ പ്ലാനിങ്ങിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പ്ലാനിംഗ് ഈസ് ഡിസൈഡിങ് ഇൻ ദ പ്രസന്റ് what to do in the future. Planning is deciding in the present. Planning എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് what to do in the future. ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന്
ഇപ്പോൾ തീരുമാനിക്കുന്നതാണ് എന്നത് പറയുന്നത് പ്ലാനിങ്. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ ദ പ്രസന്റ് വാട്ട് ടു ഡു ഇൻ ദ ഫ്യൂച്ചർ.